നമസ്കാരം. കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് ചൂട് കൂടിയിരിക്കുകയാണ്. എന്നാൽ ഒരു ത്രികോണ മത്സരപ്പോരിലേക്ക് കൊല്ലം മാറിയോ എന്നുള്ളതാണ് സംശയം. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കൊല്ലത്ത് ഒരു ത്രികോണപ്പോരിൻ്റെ ചൂടും ചൂരൊന്നും കാണുന്നില്ലല്ലോ. കൊല്ലത്തൊരു ത്രികോണ മത്സരത്തിൻ്റെ ചൂട് ഇതുവരെ വന്നിട്ടില്ല. കാരണം കൊല്ലം സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് അവരുടെ ഒരു A ക്ലാസ് മണ്ഡലമല്ലല്ലോ. കൃഷ്ണകുമാർ തെറ്റില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് സംബന്ധിച്ചു. അദ്ദേഹത്തിന്റെ എൻട്രി എന്ന് പറയുന്നത് ഒരു മാസ് എൻട്രി ആയിരുന്നു. അതിലൂടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. അതിന് അവസരം അവസരം SFI തന്നെ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ചന്ദനത്തോപ്പ് ITയിൽ ചെന്നിട്ട് ആണല്ലോ പുള്ളിയുടെ ആ പ്രസംഗം ഇപ്പൊ വൈറലാണ്. അവിടെ നടത്തിയ ഒരു പ്രസംഗം, കുട്ടികളോടുള്ള പ്രസംഗം, ഉപദേശം ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള മക്കളെ എന്നൊക്കെ വിളിച്ച്. അപ്പോൾ അത് അയാളുടെ എൻട്രി വളരെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് മണ്ഡലത്തിലൊരു എന്താ പറയുന്ന ഒരു സ്വാധീനമുണ്ട്. പിന്നെ ഈ കടൽക്ഷോഭം വന്നപ്പോൾ നമ്മുടെ തീരദേശത്ത് ആ ഭാഗത്ത് ചെന്നിട്ട് അവിടെ ഒരു ഇടപെടലൊക്കെ നടത്തി അവരുടെ ഒരു വിശ്വാസമൊക്കെ പിടിച്ചു പറ്റി. ഞാൻ ഇപ്പോൾ എനിക്ക് സ്ഥാനമൊന്നുമില്ല എങ്കിലും നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞാൻ വേണ്ടത് ചെയ്യാം, കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി വേണ്ടത് ചെയ്യാം എന്നൊക്കെ ഒരു സംസാരമൊക്കെ നടത്തി, ഒരു ഇടപെടൽ നടത്തി. അതൊക്കെ വളരെ പോസിറ്റീവാണ്. എങ്കിലും ഒരു ത്രികോണ മത്സരത്തിന്റെ അതിലേക്ക് കൊല്ലം വന്നിട്ടില്ല. ഇവിടെ മത്സരം ശരിക്കും നടക്കുന്നത് UDF പ്രേമചന്ദ്രനും LDF മുകേഷും തമ്മിലാണ്. പക്ഷേ അതിനകത്തൊരു നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി കുറച്ച് കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് പ്രേമചന്ദ്രനെ ആയിരിക്കും അതിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. അതിനകത്തൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 അഡ്വക്കേറ്റ് സാബു എന്ന് പറയുന്ന KV സാബു BJPക്കാർക്ക് പോലും അറിയാത്തൊരു സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോഴും എവിടാന്നറിയത്തില്ല. ആ തെരഞ്ഞെടുപ്പിന് ശേഷം പുള്ളി എങ്ങും കണ്ടിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥി വന്ന് നിന്നിട്ട് 1,03,000 വോട്ടാണ് അന്ന് പിടിച്ചു മാറ്റിയത് 2019. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സിറ്റുവേഷൻ 2019 നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ പൊതുവെ വന്നിട്ടുള്ളത്. കാര്യം BJPയെ സംബന്ധിച്ച് കേരളത്തിൽ കുറച്ചുകൂടെ നില മെച്ചപ്പെടുത്തി. ചില സീറ്റുകളിൽ ജയിക്കുമെന്നൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അവർ നിൽക്കുന്നുണ്ട്. ചില A ക്ലാസ് മണ്ഡലങ്ങൾ അവർ സെലക്ട് ചെയ്തിട്ട് 5-6 മണ്ഡലങ്ങൾ. അപ്പൊ അവിടെ ഒരു വിജയ പ്രതീതി ഉളവാക്കുന്ന ഒരു രീതിയിലേക്ക് വരെ BJP എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അനുരണനങ്ങൾ കൊല്ലത്തും ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നല്ലൊരു സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഒരു സിനിമാ നടനാണ്. ഇപ്പൊ മുകേഷിന് ഈക്വലന്റ് ആയിട്ട് നിൽക്കാവുന്ന ഒരു സെലിബ്രിറ്റി, അങ്ങനെയൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലും അയാള് ഇടപെടുന്നുണ്ട്. നല്ലൊരു പ്രാസംഗികനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 1,03,000 എന്ന ആ ഒരു സംഖ്യ ഒരു 2 ലക്ഷം കടന്നാല് 2 ലക്ഷമെങ്കിലും എത്തിച്ചാൽ അത് നഷ്ടപ്പെടുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രേമേന്ദ്രൻ്റെതായിരിക്കും എന്നാണ് നമുക്ക് കരുതാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രേമേന്ദ്രൻ അത് ഒരല്പം ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 2 തെരഞ്ഞെടുപ്പുകളിലും LDFന്റെ പ്രധാന ആരോപണം പ്രേമേന്ദ്രന് സംഖ്യയാണെന്നും പ്രേമേന്ദ്രന് BJPയുടെ വോട്ടുകളാണ് നല്ല രീതിയിൽ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇത്തവണ BJPയുടെ യഥാർത്ഥ വോട്ടുകൾ അവരുടെ പെട്ടിയിൽ വീണാൽ അത് പ്രേമേന്ദ്രന് ഒരു വെല്ലുവിളിയാവും. അതാണ് പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ തവണ ഇപ്പം BJP അനുഭാവികൾ പോലും ഒരുപക്ഷെ സാബുവിന് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അടിയുറച്ച BJPക്കാരായിരിക്കും ഈ 1,03,000 എന്ന് പറയുന്നത്. പിന്നെ അനുഭാവികൾ ഈ അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥാനാർത്ഥിയോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് ചിലപ്പോൾ ആ വോട്ട് വേറെ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടാവും. സാധ്യത കൂടുതൽ പ്രേമേന്ദ്രൻ തന്നെ ചെയ്തിരിക്കാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഇലക്ഷനിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1,48,000 എന്ന് പറയുന്ന വളരെ വലിയൊരു മാർജിനിലാണ്, അമ്പരപ്പിക്കുന്ന ഒരു മാർജിനിലാണ്. ഇടതുമുന്നണി പോലും അമ്പരപ്പിച്ച മാർജിനാണ് പ്രേമേന്ദ്രൻ ജയിക്കുന്നത്. അപ്പൊ ഇത്തവണ പ്രേമേന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ മഹാഭൂരിപക്ഷം എന്നുള്ള ആ ഒരു സംഖ്യയിൽ നിന്ന് എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്നതാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ CPM ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മുകേഷിനെ പോലെ ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. അപ്പോൾ സെലിബ്രിറ്റിയെ ഇയാളെ എല്ലാവർക്കും അറിയാം. മറ്റു മണ്ഡലങ്ങളിൽ ഇപ്പൊ കൊല്ലത്തും ഇരവിപുരം അസംബ്ലി മണ്ഡലങ്ങളിൽ ഉള്ളവർക്കാണ് മുകേഷ് എന്ന വ്യക്തിയെ നേരിട്ട് അറിയാവുന്നത്. കാര്യം ഇദ്ദേഹത്തിന്റെ ചില പ്ലസ് പോയിന്റ്സും നെഗറ്റീവ് പോയിന്റ്സും ഒക്കെ അറിയാവുന്നത് ഈ 2 അസംബ്ലി മണ്ഡലങ്ങളിലുള്ളവരാണ്.
മറ്റ് അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു സിനിമാക്കാരൻ, സിനിമാ നടൻകാർ, കലാകാരൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ TV ചാനലുകളിൽ ഷോ ഉണ്ട്, ഷോ നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കൗതുകമുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വോട്ട് കിട്ടിയേക്കുക. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് സാമുദായികമായിട്ടുള്ളൊരു ഫാക്ടറുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് ഇന്ന് വരെ ജയിച്ചിട്ടുള്ളത് നായർ കാൻഡിഡേറ്റ് ആണ്, മത്സരിച്ചിട്ടുള്ളത് ഒരു നായർ കാൻഡിഡേറ്റുകൾ തന്നെയാണ്. അതിലൊരു അപവാദം എന്ന് പറയുന്നത് 1989 ബാബു ദിവാകരൻ മത്സരിച്ചാണ്, അദ്ദേഹം തോൽക്കുകയും ചെയ്തു. പിന്നെ 52 മുതലുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ശ്രീകണ്ഠൻ നായർ ഏതാണ്ട് 5 തവണ കൊല്ലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഓരോ സ്ഥാനാർത്ഥികളും എടുത്തു കഴിഞ്ഞാൽ 77 വരെ അദ്ദേഹമായിരുന്നു 5 തവണ തുടർച്ചയായിട്ട്. 80-ലാണ് ബി കെ നായർ പിന്നെ ഇദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞ് കൃഷ്ണകുമാർ വന്നു, അദ്ദേഹം 3 തവണ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പ്രേമേന്ദ്രൻ വരുന്നത്. 96-ലും 98-ലും 2 തെരഞ്ഞെടുപ്പുകളിൽ പ്രേമേന്ദ്രൻ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. പിന്നെ 99 സീറ്റ് CPM പിടിച്ചെടുത്തു. പിന്നെ 2 തവണ P. രാജേന്ദ്രനായിരുന്നു. അത് കഴിഞ്ഞ് പീതാംബരക്കുറുപ്പ്. പിന്നീടാണ് 2014 മുന്നണി മാറ്റത്തിന്റെ ഭാഗമായിട്ട് പ്രേമചന്ദ്രൻ RSP UDF-ലേക്ക് വന്നിട്ട് കൊല്ലം സീറ്റ് UDF-ന് പ്രേമേന്ദ്രന്റെ സീറ്റായി മാറുന്നത്. അപ്പൊ കഴിഞ്ഞ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ MA ബേബിയെ 37,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്നത്. അത് CPM-നെ സംബന്ധിച്ച് വലിയൊരു അടിയായിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും. അദ്ദേഹം അന്ന് കുണ്ടറയിലെ MLA കൂടിയായിരുന്നു, മന്ത്രിയായിരുന്നു. അതെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും സെയിം അതേപോലെ തന്നെയാണ്. ഇപ്പൊ മുകേഷിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് തോൽവി എന്നതിനേക്കാൾ ഉപരി പ്രേമചന്ദ്രന്റെ ഈ മഹാഭൂരിപക്ഷം കഴിയുന്നതും താഴ്ത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ അതിൽ കൃഷ്ണകുമാർ കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ ലക്ഷ്യം നടന്നേൽക്കും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തേക്ക് കൃഷ്ണകുമാർ വോട്ട് പിടിക്കുകയാണെങ്കിൽ പ്രേമേന്ദ്രന്റെ പരാജയത്തേക്ക് അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ അത് പ്രഡിക്റ്റബിൾ അല്ല. ഈ കൊല്ലത്ത് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു UDF-ന്റെ ഉറച്ച കോട്ടയായിട്ടാണ് കൊല്ലത്തെ കണക്കാക്കിയിരുന്നത്. അപ്പോൾ മത്സരം തുടങ്ങി, കൃഷ്ണകുമാർ വരുന്നവരെ പ്രേമേന്ദ്രനും കൃഷ്ണകുമാറും തമ്മിൽ, പിന്നെ പ്രേമേന്ദ്രനും മുകേഷും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണകുമാർ എത്തി. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു ത്രികോണപ്പോര് ഉണ്ടാകുമെന്നു. പക്ഷേ ഈ നിലവിൽ ഇതുവരെ ഒരു ത്രികോണപ്പോരിലേക്ക്, ഒരു B ക്ലാസ് മണ്ഡലം എന്ന രീതിയിലേക്ക് പോലും എത്തിക്കാൻ BJP-ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. ആ BJP-യിലെ പടലപ്പിണക്കങ്ങളും ഈ ജില്ലയിൽ BJP പടലപ്പിണക്കങ്ങളുണ്ട്. പക്ഷെ അതും ഒരു പ്രധാന കാരണമാണോ ഈ പ്രവർത്തനത്തെ പിന്നിലോട്ട് നയിക്കുന്നത്? അല്ല, അതൊരു കാരണം അല്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം ജില്ലയിൽ ഈ BJP ജില്ലാ നേതൃത്വത്തോടെ എതിർപ്പുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്. 2 തട്ടിൽ നിൽക്കുന്നതായിട്ട് നേരത്തെ തന്നെ ആരോപണമുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി ഇവര് ആവശ്യപ്പെട്ടത് സന്ദീപ് വചസ്പതിയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ കൃഷ്ണകുമാറിന് അദ്ദേഹം പറയുന്നത് മോഡി നേരിട്ട് കൃഷ്ണകുമാറിന്റെ അടുത്ത് ഇവിടെ മത്സരിക്കാൻ പറഞ്ഞു എന്നാണ് കൊല്ലത്ത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം നോക്കിയിരുന്നതാണോ? അല്ല, നേരത്തെ തന്നെ കൃഷ്ണകുമാറിന്റെ പേര് തിരുവനന്തപുരത്തേക്ക്. കാര്യം അവിടെ നിയമസഭയിൽ മത്സരിച്ചു, അദ്ദേഹം നല്ല രീതിയിൽ മത്സരം കാഴ്ചവെച്ചു, നന്നായിട്ട് വോട്ടും പിടിച്ചതാണ്. പിന്നെ അദ്ദേഹം അവിടെ ഒരു ഓഫീസും തുറന്നിട്ട് ചില പ്രവർത്തനങ്ങൾ തീരദേശമായിട്ട് ബന്ധപ്പെട്ടും അവിടുത്തെ മറ്റേ ഇഞ്ചക്കൽ ഈ നാഷണൽ ഹൈവേയുടെ ഒരു പാലം നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇടപെട്ടതിന്റെ കാര്യം അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇത്തവണ ഒരു തിരുവനന്തപുരത്ത് മത്സരിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് രാജീവ് ചന്ദ്രശേഖർ വരികയും കൃഷ്ണകുമാറിന്റെ നേരെ കൊല്ലത്തേക്ക് വിടുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ കൊല്ലത്ത് വിട്ടപ്പോഴും BJP-യെ സംബന്ധിച്ച് കേരളത്തിൽ അവർ 4-5 മണ്ഡലങ്ങളാണ് അവരുടെ ഒരു A ക്ലാസ് മണ്ഡലം എന്നുള്ള രീതിയിൽ അവരിപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെ അവർ പരമാവധി അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ദേശീയ നേതാക്കളെ ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ദേശീയ നേതാവ് വന്നു, ദേവേന്ദ്ര ഫഡ്നാവിസ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കൃഷ്ണകുമാറിന് വേണ്ടി പ്രചരണം നടത്താൻ താരപ്രചാരകനല്ല. അതെ, എന്നാലും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊരു ജയസാധ്യത എന്നതിലുപരി ഇപ്പൊ BJP-ക്ക് അവരുടെ ഇത്തവണത്തെ വോട്ട് ഷെയർ ഈ മണ്ഡലത്തിൽ എത്രയും മാക്സിമം വർദ്ധിപ്പിക്കുക എന്നതാണ് അവരുടെ ഒരു പരമമായ ലക്ഷ്യം
എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് 3 പേർക്കും 3 കാഴ്ചപ്പാടാണ്. ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് UDF-കാർ പറയുന്നത് പ്രേമേന്ദ്രന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ 1.5 ലക്ഷത്തിന് മേളിൽ 1 ലക്ഷമല്ലേ 1.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുവാണെന്നാണ് UDF പറയുന്നത്. 1.48 കഴിഞ്ഞ ഇലക്ഷനിൽ. കഴിഞ്ഞ ഇലക്ഷൻ 1.48, മറ്റേ 1.3 ആയിരുന്നു BJP-യുടേത്. ഇപ്പോൾ 1.5 ലക്ഷത്തിന് മുകളിലല്ല അതിന് മുകളിൽ വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് UDF പറയുന്നത്. LDF-നെ സംബന്ധിച്ചാണെങ്കിൽ അവർ നില മെച്ചപ്പെടുത്തുമെന്നും ഒരു അട്ടിമറിക്ക് തന്നെ സാധ്യതയുണ്ടെന്നുമാണ് LDF കണക്ക് കൂട്ടുന്നത്. BJP-യെ സംബന്ധിച്ചാണെങ്കിൽ അവർ ജയിക്കുമെന്നൊക്കെ പുറമെ പറയുന്നെങ്കിൽ പോലും അവരുടെ സ്വാധീനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക, വോട്ട് ഷെയർ ഉയർത്തുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. പക്ഷെ ഇപ്പോഴും പിടിതരാതിരിക്കുകയാണ് കൊല്ലം ഒരു തരത്തിലും. പ്രേമേന്ദ്രന് മുൻതൂക്കം ഉണ്ടെങ്കിൽ പോലും ഇവർ അട്ടിമറിക്ക് വല്ല സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ടോ കൊല്ലം? അല്ല, അങ്ങനെ ഒരു അട്ടിമറിയൊന്നും ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് നടക്കാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ രാജു ആദ്യം സൂചിപ്പിച്ച പോലെ ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷന്റെ കേളികൊട്ട് ഉയരുന്നതിന് മുമ്പ് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു മണ്ഡലമാണ് കൊല്ലം. കാര്യം 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ വെച്ച് ഏറ്റവും ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് NK പ്രേമേന്ദ്രൻ എന്നൊക്കെ വിലയിരുത്തിയിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെ അത്രത്തോളം പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് തന്നെയാണ് ഒരു വിജയ സാധ്യത എല്ലാവരും പ്രവചിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരും കൂടെ എത്തുന്നുണ്ട്. അതെ, കൂടെ എത്തുന്നുണ്ടെന്ന്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ കേരളത്തിലെ പ്രാദേശിക വിഷയങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാരിപ്പോൾ കേരള ഗവൺമെന്റിനെതിരായ ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതിപ്പോൾ ഈ ഇലക്ഷൻ അടുക്കും തോറും ഓരോരോ വിഷയങ്ങളിൽ പെട്ടിട്ട് CPM-ഉം ഇടതുമുന്നണിയും പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ഇലക്ഷനിൽ ബാധിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വരുമ്പോൾ കൊല്ലത്തത്ര വലുതായിട്ട് ബാധിക്കുമോ ഈ? അല്ല, അത് കേരളത്തിൽ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യം. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ കേരളം ഓരോ മണ്ഡലം തിരിച്ചു വരുന്നതല്ല, ജനങ്ങൾ പൊതുവായിട്ട് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. കാരണം ഇപ്പോൾ ഈ റംസാൻ വന്നു, വിഷു വന്നു, എന്നിട്ട് പോലും സൂപ്പർ മാർക്കറ്റുകളിൽ സബ്സിഡി സാധനങ്ങളൊന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ പൊതുജനങ്ങൾക്ക് അവരുടെ ജീവിതഭാരം വളരെ കൂടുതലാണ്. പിന്നെ പെൻഷൻകാരുടെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ 2 ഗഡു പെൻഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നു, 2 മാസത്തെ. പിന്നെയും 5 മാസം കണ്ട് ബാലൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ LDF-ന് അത്ര സുഖകരമായ ഒരു അന്തരീക്ഷമല്ല. പിന്നെ അവിടുത്തെ ബോംബ് സ്ഫോടനത്തിന്റെ വാർത്തകൾ വരുന്നു, അതിൽ CPM വളരെ പ്രതിരോധത്തിലായി നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കൊല്ലം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ഒരു വിവാദം, അപ്പോൾ അത് തീർച്ചയായിട്ടും ഇലക്ഷനെ ബാധിക്കും എന്നുള്ളൊരു സംശയമില്ല. എന്തായാലും കൊല്ലത്ത് മത്സരം കൂടുതൽ ശക്തമാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അടുത്ത വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.